പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശൻ നയനയും അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയത്താണ് കനകദുർഗയെ കാണുന്നത്. ആദർശനെയും നയനയും അമ്പലത്തിൽ കണ്ട കനകദുർഗയ്ക്കാണെങ്കിൽ അത്ഭുതം. നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കനകദുർഗ. ആ സമയത്ത് നയന ചോദിക്കുകയാണ്, അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന്. ഇല്ല മോളെ, എന്താ കാര്യം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കനകദുർഗ പറയുന്നുണ്ട്. ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ചേച്ചിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാല് അമ്മ എടുത്തു കുടിച്ചു. പക്ഷെ ആ പാലിൽ ആരോ വിഷം കലർത്തിയിരുന്നു. മാരകമായ വിഷമായിരുന്നു അത്. ആ വിഷമുള്ള പാല് കുടിച്ച് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വളരെ സീരിയസ് ആണ്. പക്ഷെ പാലിൽ ആരാണ് വിഷം കലർത്തിയതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇന്ന് അമ്പലത്തിൽ വരുന്നത് ഈശ്വരന്മാരോട് നന്ദി പറയാനാണ്. എൻ്റെ മക്കൾക്ക് എന്നും നല്ലത് വരണം, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ വരാറുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ ജീവിക്കുന്നുണ്ട്. അബിയും നവ്യയും ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയും ഭക്ഷണം കഴിക്കുകയും ഒരു ദിവസം അവിടെ തങ്ങുകയും ചെയ്തു. നവ്യയ്ക്ക് അപ്പോൾ എന്ത് സന്തോഷമായെന്നോ. അതെല്ലാം കണ്ടപ്പോൾ ഈശ്വരന്മാരോടൊന്ന് നന്ദി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് വന്നത്. പിന്നീട് കനക ആദർശനോട് പറയുകയാണ്, മോൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മതി അമ്മേ, അമ്മയുടെ പ്രാർത്ഥന മാത്രം മതി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആദർശ് നയനയും പോകാതെ ഒരുങ്ങുന്ന സമയത്ത് കനക നയനയെ പിന്നിൽ നിന്ന് വിളിക്കുകയാണ്. മോളെ, ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട്, മോൾ അത് സാധിച്ചു തരണം. ഇന്നലെ അബിയും നയനയും വീട്ടിലേക്ക് വന്നല്ലോ, അപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ്. ഇനി നിങ്ങൾ 4 പേരും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതെൻ്റെ കുറേ നാൾ മുതലുള്ള ആഗ്രഹമാണ്. ആ സമയം നയന ഇങ്ങനെ ചിന്തിക്കുകയാണ്, അബിയുടെ നവ്യയോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ല, പിന്നെ എങ്ങനെയാണ് അമ്മയോട് എല്ലാവരും കൂടി വരാം എന്ന് പറയുന്നത്? അതൊക്കെ പിന്നെയല്ല അമ്മേ, നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നയന ആദർശിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതേ സമയം കനകദുർഗ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ നന്ദി പറയുന്നുണ്ട്. കാരണം 2 പേരുടെയും ജീവിതം രക്ഷപ്പെട്ടല്ലോ, 2 പേരുടെയും ഭർത്താക്കന്മാരെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ നന്ദി പറയുകയാണ് കനകദുർഗ. പിന്നീട് ആദർശൻ നയനയും കാറിൽ കയറിയതിനു ശേഷം അമ്മ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇന്നലെ അബിയും നവ്യയും കൂടി വീട്ടിലേക്ക് കയറി വന്നല്ലോ, അത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അമ്മ എന്നോട് പറയുകയാണ്, ഒരു ദിവസം നമ്മൾ 4 പേരും കൂടി അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ, അത് മാത്രമല്ല അവിടെ താമസിക്കുകയും വേണം എന്നൊക്കെ. അത് അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് നയന. ആ സമയത്ത് ആദർശ് ചോദിക്കുകയാണ്, അതെന്താ നടക്കാത്തത്, ഇതൊക്കെ വളരെ മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു എന്നൊക്കെ പറയുകയാണ് ആദർശ്. ആ സമയം നയന പറയുകയാണ്, അതൊന്നും ഇനി ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ആദർശ് ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ നവ്യേച്ചിയെ കണ്ടിരുന്നു. അബി കാണിക്കുന്ന സ്നേഹത്തിന് നവ്യേച്ചിക്ക് നല്ല സംശയമുണ്ട്. അതെന്നോട് പറയുകയും ചെയ്തു. അതുപോലെ എനിക്കും അബിയെ നല്ല സംശയമുണ്ട്. അവൻ ആത്മാർത്ഥമായിട്ട് നവ്യേച്ചിയെ സ്നേഹിക്കുന്നില്ല. അതെല്ലാം വിശദമായി തന്നെ പറഞ്ഞോളാം. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ, വണ്ടി എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നയന. അങ്ങനെ ആദർശൻ നയനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ജയന ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ബ്ലഡ് കൊടുക്കാൻ ആരെയും കിട്ടിയിട്ടില്ല. ആ സമയം ആദർശ് പറയും, ഞാൻ ആകെ ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കരുതി അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് നയന അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരമാണ് സത്യം അറിഞ്ഞത്. ഏതായാലും ബ്ലഡ് കൊടുക്കാൻ ആളെ കിട്ടിയല്ലോ എന്ന് പറയും. ആ സമയം ജയൻ പറയും, ബ്ലഡ് ഡോണറെ കിട്ടിയിട്ടില്ലല്ലോ, ബ്ലഡ് കൊടുക്കാൻ ആരെയും തന്നെ കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ സമയത്ത് നയന പറയുകയാണ്, അതെല്ലാം കിട്ടിയച്ചാ. ആ സമയത്ത് ആദർശ് വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്, നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. അത് കേൾക്കുമ്പോൾ ജയനാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നത് എന്ന് അമ്മ അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല, മരിച്ചാലും വേണ്ടിയില്ല, ആ ബ്ലഡ് വേണ്ട എന്ന് തന്നെയായിരിക്കും അമ്മ പറയാൻ പോകുന്നത്. ആ ഒരു അവസ്ഥയിലൂടെയാണ് അമ്മ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നൊക്കെ പറയുകയാണ് ആദർശ്. ഈ അവസ്ഥയിൽ മോൾ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മോളെ കുറ്റം പറയാൻ മാത്രമേ ദേവയാനിക്ക് സമയമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ജയൻ. എന്തായാലും അമ്മയെ ഒന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് അകത്തേക്ക് കയറുകയാണ്. എന്നാൽ നയനെ കാണുന്ന സമയത്ത് ദേവയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ആദർശിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഇവളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖം കൂടും, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇവളോട് ഇവിടെ നിന്ന് പോകാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ആ സമയത്ത് ആദർശ് പറയും, അമ്മയ്ക്ക് എന്താ ഇവളോട് ഇത്ര ദേഷ്യം, ഇവളെന്താണ് അമ്മയോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവളാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആകാനുള്ള കാരണം എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. എനിക്ക് ക്ഷീണമുണ്ടായത് കൊണ്ട് പാല് കുടിക്കാൻ ജയേട്ട എന്നോട് പറയുന്നത് ഇവൾ കേട്ടു, അതുകൊണ്ടാണ് വിഷമുള്ള പാല് അവൾ കലക്കി വെച്ചത്. ഇവളാണ് എനിക്ക് ഇങ്ങനെ ഒരു പണി തന്നത്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ ആദർശ് അതൊന്നും സത്യമല്ല എന്നൊക്കെ പറയുമ്പോൾ
നിന്റെ സത്യമൊന്നും എനിക്ക് കേൾക്കേണ്ട, ഇപ്പോൾ തന്നെ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ദേവയാനിയുടെ സംസാരം കേട്ട് ഒട്ടും സഹിക്കാനാവാതെ നയന അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. നയന പോയതിനു ശേഷം ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയതായിരുന്നു നയന. അമ്മയ്ക്ക് വേണ്ടി അവൾ അത്രയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്താ അവളുടെ സ്നേഹം മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അവൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, എൻ്റെ ജീവൻ നിലയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ പ്രാർത്ഥിക്കുന്നത്. നിനക്കെപ്പോഴും അവൾ പറയുന്നതാണ് വേദവാക്യം. ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കാറ് പോലുമില്ല. ഞാൻ പറയുന്നത് ഞാൻ അനുസരിക്കാറുമില്ല. അമ്മയെ കാണാൻ വന്നു, അത്രമാത്രം. ആ ഒരു മനോഭാവത്തോടെ നീ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ ദേവയാനി ആദർശിനോട് പറയുകയാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് രക്തം നൽകുവാൻ അനാമിക തയ്യാറായിട്ടില്ല. അത് കേട്ട് ദേവയാനി പറയുകയാണ്, എനിക്ക് ബ്ലഡ് തരുവാൻ അനാമികമോൾ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ബ്ലഡ് തരുവാൻ അനാമികമോൾക്ക് 100 വട്ടം സമ്മതമായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അനാമികമോൾ തരാതിരുന്നത്. അമ്മയോട് ഇതെല്ലാം ആരാണ് പറഞ്ഞത് എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്ക് എന്നോട് വേറെയൊന്നും പറയാനില്ലല്ലോ. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അങ്ങനെ ആദർശ് വളരെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നാൽ നയനയും വളരെ വിഷമത്തിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നയനയോട് ജൻ പറയുകയാണ്, മോളെ നല്ല രീതിയിൽ തന്നെ ദേവയാനി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മോളോട് ഇങ്ങനെ രൂക്ഷമായിട്ടൊക്കെ പെരുമാറുന്നത്. സാരമില്ല മോളെ, ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് ആദർശ് അങ്ങോട്ട് വന്നുകൊണ്ട് പറയുകയാണ്, നയനെ, ഇനി നിന്റെ ബ്ലഡാണ് അമ്മയ്ക്ക് കൊടുക്കുന്നതെന്ന് അമ്മ അറിഞ്ഞാൽ നമ്മൾ പേടിച്ചതുപോലെ തന്നെ സംഭവിക്കും. അമ്മ ഒരിക്കലും നയനയുടെ ബ്ലഡ് സ്വീകരിക്കില്ല. അതുകൊണ്ട് അച്ഛാ, ബ്ലഡ് കൊടുക്കുന്നത് ഇവളാണെന്ന് അമ്മ ഒരിക്കലും അറിയണ്ട എന്നൊക്കെ പറയുകയാണ് ആദർശ്. അപ്പോൾ നയനയും പറയുകയാണ്, ഞാനാണ് ബ്ലഡ് കൊടുക്കുന്നതെന്ന് അമ്മ ഒരിക്കലും അറിയണ്ട. അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് സഹായിച്ചത് ആരാണെന്ന് അമ്മ അറിയേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശും ജയനും ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് നയന ആകെ വിഷമിച്ചുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാവലായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറോട് പറയുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ്, ആ കുട്ടി നല്ലൊരു ഉദ്ദേശത്തോടെ തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു. എന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവയാനിക്ക് നയനയെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ദേവയാനി അറിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള കാര്യം ഡോക്ടർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആദർശ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അനന്തപുരിയിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന കാര്യം എനിക്കറിയില്ല. ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ആ കുട്ടി നല്ലൊരു കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇത്രയും ആത്മാർത്ഥതയോടെ അമ്മയെ സ്നേഹിക്കുന്ന മരുമകളെ എന്തുകൊണ്ടാണ് അമ്മ വെറുക്കുന്നത് എന്ന കാര്യമാണ് എനിക്കറിയാത്തത്. ഇനി അത് മറച്ചു വെക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മറച്ചു വെക്കാം എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. ഇതേ സമയം ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണു രേവതിയും കൂടി അനാമികയെ നിർബന്ധിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് അനാമിക സമ്മതിക്കുന്നില്ല. ആ സമയം വേണു പറയുന്നുണ്ട്, മോൾ ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാവും. ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ദേവയാനിയുടെ മൊത്തം സ്വത്തുക്കൾ മോൾക്ക് തന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അത് കേട്ട് അനാമിക പറയുകയാണ്, അവർ കോടാനുകോടി സ്വത്ത് എനിക്ക് തന്നാലും എൻ്റെ ബ്ലഡ് ഞാൻ ഒരിക്കലും അവർക്ക് കൊടുക്കില്ല എന്ന് പറയുകയാണ്. മോൾ എന്തായാലും അച്ഛനും അമ്മയും പറയുന്നത് പോലെ തന്നെ കേൾക്കണം, അല്ലെങ്കിൽ അവർക്കത് നീരസമാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അങ്ങനെ വേണു രേവതി ഒരുപാട് തവണ അനാമികയോട് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ വേണു പറയുകയാണ്, അതൊക്കെ ഒരു നയത്തിൽ അങ്ങ് ഡീൽ ചെയ്താൽ മതി. ആരെങ്കിലും ബ്ലഡ് കൊടുക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാനും കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ്. വേണുവായിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ, എവിടെയെങ്കിലും ദേവയാനിക്ക് പറ്റിയ ബ്ലഡ് കിട്ടിയാലോ എന്നൊക്കെ പറയുകയാണ് രേവതി. ആ സമയം വേണു പറയുകയാണ്, ദേവയാനിയുടെ റയർ ഗ്രൂപ്പാണ്, അതുകൊണ്ട് കിട്ടാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ മോളോട് കൊടുക്കാൻ പറഞ്ഞത്. മോളാണെങ്കിൽ കേൾക്കുന്നുമില്ല. ഇപ്പോൾ നയന കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേവയാനി ഇനി നയനയെ തലയിലേറ്റി നടക്കും. ദേവയാനി മാത്രമല്ല അവിടെ എല്ലാവരും. അപ്പോൾ രേവതി പറയുകയാണ്, അവളെ എങ്ങനെയാണ് തലയിലേറ്റി നടക്കാതിരിക്കുന്നത്? അവൾ വരയ്ക്കുന്ന ഡിസൈനിന് കോടികളുടെ ലാഭമാണ് കമ്പനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവളെ തലയിലേറ്റി നടക്കാതിരിക്കുമോ? എൻ്റെ പൊന്നു മോളെ, നീ ഒന്ന് സമ്മതിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് അനാമികയെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് അനാമിക സമ്മതിക്കുന്നില്ല. അങ്ങനെ വേണു പറയുകയാണ്, ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കട്ടെ. ആരെങ്കിലും ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മോളും കൊടുക്കാൻ തയ്യാറാണെന്നൊന്ന് പറഞ്ഞിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം രേവതി പിന്നെയും അനാമികയെ നിർബന്ധിക്കുകയാണ്. അത് കേട്ട് അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അനാമിക അവിടെ നിന്ന് പോവുകയാണ്.